നടപടികളിലേക്കൊന്നും പോലീസ് കടന്നില്ല. കാരണം ഈ പ്രതിഷേധം സംയമനത്തോടെ തന്നെ നേരിട്ടാൽ മതി എന്നൊരു ഉന്നത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് വിവരം. എന്തായാലും ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് വീണ്ടും മുദ്രാവാക്യം മുഴക്കുകയാണ് പ്രതിഷേധക്കാർ. സജിത്ത്, ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ പ്രവർത്തകർ പിന്തിരികയും പിന്നീട് വീണ്ടും അവിടേക്ക് ബാരിക്കേഡിനടുത്തേക്ക് സംഘടിച്ചെത്തുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ സമയമായി അത് തന്നെയാണ് പ്രവർത്തകരുടെ ഒരു സമര രീതി. ഇപ്പോൾ 3-4 പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി യൂത്ത് കോൺഗ്രസ് പതാകയുമേന്തി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. നേരത്തെ അത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചവരെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് അവരെ അടിച്ച് തറയിലേക്ക് ഇട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് എത്തുകയാണ്. ആ ദൃശ്യങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് എത്തുന്നു. പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഒരു കാരണവശാലും പിന്തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. പിന്തിരിഞ്ഞു പോകാനല്ല, മന്ത്രി വീണ ജോർജ് രാജി ആവശ്യപ്പെട്ടാണ് സമരം. ആ രാജി ഉണ്ടാകും വരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് യൂത്ത് കോൺഗ്രസും ഒക്കെ നൽകിയിട്ടുള്ളത്. ഇന്നും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ പ്രശ്നം അവസാനിക്കില്ല, മന്ത്രിമാർ ബിന്ദുവിന്റെ വീട്ടിലെത്തി അവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായമൊക്കെ പ്രഖ്യാപിച്ചാലും സമരം അവസാനിക്കില്ല, പ്രശ്നം അവസാനിക്കില്ല, അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ സമരക്കാർ പ്രതിപക്ഷം വ്യക്തമാക്കി കഴിഞ്ഞു. അതിന്റെ ഒരു ലക്ഷണങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. യൂത്ത് കോൺഗ്രസ് ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇന്ന് വീണ്ടും മന്ത്രിയുടെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് വന്നതാണ്. ഇപ്പോഴും പിന്തിരിഞ്ഞു പോകാതെ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാതെ ഇവിടെ തുടരുന്നു. ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസിന്റെ പ്രധാന പ്രതിരോധ രീതി വരുണിൽ നിന്നുള്ള ജലപീരങ്കി പ്രയോഗമാണ്. പക്ഷെ ഇപ്പോൾ അതും തടസ്സപ്പെട്ടിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? 14 റൗണ്ടാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. അങ്ങനെ ഒരു വരുണിലെ വെള്ളം മുഴുവൻ തീർന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ വെള്ളം ഇവിടേക്ക് എത്തിക്കേണ്ടി വരും. അതല്ല എങ്കിൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കാനുള്ള നീക്കം കടുത്ത നടപടിയിലൂടെ പോലീസിനെ ചെറുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ബാരിക്കേഡിന് സമീപത്തെത്തി വീണ്ടും പ്രതിഷേധം പ്രവർത്തകർ ശക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുൺ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ ചെറുക്കുക ഇനി ശ്രമകരമായ ഒരു ദൗത്യമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ പോലീസ് അടുത്ത ഘട്ടം നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. സംസ്ഥാനമുടനീളം വലിയ പ്രതിഷേധത്തിലാണ് മാർച്ച് വഹിക്കുന്നത്. ഇതിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പാലക്കാട് നിന്നുള്ള കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. അവിടെയും അവിടെ ലാത്തി ചാർജിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സമരക്കാരെ, പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റുവാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. അവിടെയും ബാരിക്കേഡ് മറികടന്നുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്കാണ് പ്രവർത്തകർ കടന്നിരിക്കുന്നത്. അവരെ അനുനയിപ്പിക്കാൻ കഴിയാതെ ഒടുവിൽ ലാത്തി ചാർജ് പ്രയോഗിക്കുന്നതും അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതുമൊക്കെ പാലക്കാട് നിന്നുകൂടി നമ്മൾ കാണുന്നു. ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മതിൽ ചാടി കടക്കാൻ ശ്രമിക്കുന്ന പ്രതിഷേധക്കാരെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സുരക്ഷ ഒരുക്കാൻ കഴിയാവുന്നതിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് സർവ്വസന്നാഹവുമായി പോലീസുകാരെ നമുക്ക് അവിടെ കാണാം. പക്ഷെ ഒരു വെല്ലി പുറകോട്ട് പോകാൻ പ്രതിഷേധക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് സാഹചര്യം.